കള്ളൻ പലതും ചോദിച്ചു ഉണ്ണിയോട്. കറുത്ത കള്ളൻ്റെ വെളുത്ത ചിരി കണ്ട് അയാൾ അപകടകാരിയല്ലെന്ന തോന്നൽ അവനുണ്ടായി. അല്പം കഴിഞ്ഞ് കള്ളൻ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, നിന്റെ അടുക്കളയിൽ വല്ലതും ഉണ്ടോ? ഉണ്ണി ഓർത്തു നോക്കി. ഭക്ഷണത്തിൻ്റെ ശേഷിപ്പൊക്കെ ഫ്രിഡ്ജിൽ വച്ചിരിക്കും മമ്മി. ജയാമിനി രാവിലെ വരൂ. പാവം കള്ളൻ. കള്ളനാണേലും വിശക്കുന്നുണ്ടാവും. ഫ്രിഡ്ജിൽ വല്ലതും ഉണ്ടാകുമെങ്കിൽ, പക്ഷേ ഓവനിൽ വയ്ക്കണം. അതെനിക്കറിയില്ല. അങ്കിളിനറിയോ? എന്ത് സാധനം അത്? ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. നീ എൻ്റെ കൂടെ വാ, ഒച്ചയുണ്ടാക്കരുത്. കള്ളൻ്റെ കൂടെ കൊച്ചു കള്ളനെ പോലെ ഉണ്ണി താഴേക്കിറങ്ങി. ശബ്ദമുണ്ടാകാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നത് കണ്ട് അയാൾക്ക് സന്തോഷമായി. അടുക്കളയിലെത്തി ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ചപ്പാത്തിയും ചിക്കനുമുണ്ട്. കള്ളൻ ആർത്തിയോടെ അതൊക്കെ എടുത്ത് താഴെ നിരത്തി. തണുക്കൂലേ? ചൂടാക്കണ്ടേ? ഉണ്ണി ചോദിച്ചു. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല വിശപ്പാ. അയാൾ അതെല്ലാം വാരി വലിച്ച് തിന്നുന്നത് നോക്കി ഉണ്ണി അത്ഭുതത്തോടെ ഇരുന്നു. വലിയ പെരുങ്കള്ളനായിട്ടും ഭക്ഷണമൊന്നും കിട്ടിയില്ലേ? അയാൾ കുപ്പിയോടെ തണുത്ത വെള്ളം വായിലേക്ക് കമഴ്ത്തി മുടുമുടാ കുടിക്കുന്നത് കണ്ട് ഉണ്ണിക്ക് ചിരി വന്നു. ഉണ്ണിയുടെ ചിരി കണ്ട് അയാൾ കണ്ണുരുട്ടി. എന്തിനാടാ ചിരിക്കുന്നേ? ചിരി നിർത്തി ഉണ്ണി പറഞ്ഞു, ഇങ്ങനെ വാരി വലിച്ചു കഴിച്ചാൽ തൊണ്ടയിൽ കുടുങ്ങും. ഇന്നാൾ ടി വിയിൽ കണ്ടില്ലേ, ഇഡ്ഡലി തൊണ്ടയിൽ കുടുങ്ങി 40കാരൻ മരിച്ചുവെന്ന്. അതിനയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഉണ്ണിയൊന്ന് സൂക്ഷിച്ചു നോക്കിയെന്ന് മാത്രം. ഭക്ഷണം കഴിച്ചു വന്ന് അയാൾ അവനോട് ചോദിച്ചു, എവിടെ പൊന്നും പണമൊക്കെ വെച്ചിരിക്കുന്നേ? ഏതു മുറിയിലാ? ഉണ്ണി ഭീതിയോടെ അയാളെ നോക്കി. അവൻ്റെ മൗനം അയാളെ ചൊടിപ്പിച്ചു. എവിടാന്ന് പറയടാ? പേടിച്ചിട്ട് കാര്യമില്ലെന്ന സമചിത്തതയോടെ ഉണ്ണി ആലോചിച്ചു. എന്തിനാ എങ്കിൽ പൊന്നും പണവുമൊക്കെ? അതെല്ലാം പപ്പ ഉറങ്ങുന്ന മുറിയിലാണ്. അവിടെ പപ്പയുടെ തലയിണ കീഴെ മനുഷ്യരെ കൊല്ലുന്ന തോക്കുണ്ട്. കള്ളനൊന്ന് പതറി. നീ സത്യാണോടാ ചക്കായി പറയണേ? പിന്നെ ഉണ്ണി എന്തിനാ കള്ളം പറയുന്നേ? പൊന്നൊന്നും ഇവിടെ ഇല്ല, ഒക്കെ ലോക്കറില. മമ്മി അധികവും പുതിയ ട്രെൻഡിലുള്ള ഇമിറ്റേഷൻസാണ് ഇടുന്നത്. കള്ളന്മാരെ പേടിച്ച് ഒന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലെന്ന് ഇന്നാളും മമ്മി പറയുന്നത് കേട്ടു. അയാൾ നിരാശയോടെ ആലോചിച്ചു നിന്നു. പിന്നെ കസാരയിൽ താടിക്കും കൈയും ഊന്നി ഇരുന്നു. ഉണ്ണി അയാൾക്കരികെ ആ കറുത്ത മുഖത്തേക്ക് കൗതുകത്തോടെ മിഴികൾ ഊന്നി നിന്നു. അല്പനേരം കഴിഞ്ഞ് അയാൾ അവനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോടാ? വെറും കൈയോടെ തിരിച്ചു പോണത് എങ്ങനെയാ? അങ്കിളിനെന്തിനാ പണം? എൻ്റെ കയ്യിൽ പൊന്നൊന്നുമില്ല. കുറച്ച് പൈസ ഉള്ളത് എൻ്റെ സ്കൂളിനടുത്തുള്ള ഭിക്ഷക്കാരൻ്റെ കീറിയ കുപ്പായം കണ്ട് അയാൾക്ക് കൊടുത്തു. പിന്നെ കുറച്ച് വാച്ചുകളുണ്ട്. വലിയ വിലയൊന്നുള്ളതല്ല, ഒക്കെ ഫാൻസി ടൈപ്പാ. അത് മതിയോ? കള്ളൻ കുറച്ചു നേരം മിണ്ടാതെ ആലോചിച്ചിരുന്നു. പിന്നെ വട്ടക്കണ്ണുകൾ ഉരുട്ടി ഉണ്ണിയെ നോക്കി. അങ്കിൾ എന്താ ഒന്നും മിണ്ടാത്തേ? നീ എന്താ എന്നെ പേടിക്കാത്തത്? ഞാനൊരു കള്ളനല്ലേ? കള്ളന്മാരെ പറ്റി നീ ഒന്നും കേട്ടിട്ടില്ലേ? ഉവ്വ്, അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൂപ്പൻ എന്താ പറഞ്ഞത്? ഒരു കഥയാ, തമാശക്കഥ. എങ്കിൽ ഞാനും കേൾക്കട്ടെ, പറ. മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമുള്ളൊരു വീട്. ഉണ്ണി കഥ പറഞ്ഞത്. ആ വീട്ടിൽ ഒരിക്കൽ ഒരു കള്ളൻ ചെന്നു. മുകളിലത്തെ ഓടിളക്കി അകത്തു കയറാൻ തുനിയുന്നതിനിടയിൽ ശബ്ദം കേട്ട് മുത്തശ്ശി ഉണർന്നു. കള്ളനെ കണ്ടു. മുത്തശ്ശി മുത്തശ്ശനെ വിളിച്ചുണർത്തി പറഞ്ഞു, ദേ കള്ളൻ. ഓ, കള്ളനൊന്നുമല്ല, അതൊരു മരപ്പട്ടിയാ, മുത്തശ്ശൻ പറഞ്ഞു. കള്ളൻ ഇത് കേട്ടു. കള്ളൻ്റെ ആത്മാഭിമാനത്തിനാണ് മുറിവേറ്റത്. കള്ളൻ ഉറക്കെ പറഞ്ഞു, ഞാനല്ല, നീയാ മരപ്പട്ടി. കള്ളൻ ശരിക്കും പിണങ്ങി. മോഷ്ടിക്കാതെ സ്ഥലം വിട്ടു. നിൻ്റെ അപ്പൂപ്പൻ കൊള്ളാമല്ലോടാ, കള്ളൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആട്ടെ, അപ്പൂപ്പൻ വേറെ എന്തൊക്കെ പറഞ്ഞു? ചൈനയിലെ ഒരു രാജ്ഞിയുടെ കഥയും പറഞ്ഞു. ഉണ്ണിയുടെ ഉത്സാഹം വർദ്ധിച്ചു. അതെന്താ? ചൈനയിലെ രാജ്ഞി ഇന്നേ വരെ ഒരു കള്ളനെ കണ്ടിരുന്നില്ലത്രേ. ഒരു യഥാർത്ഥ കള്ളനെ കാണാൻ അവർക്ക് മോഹം. കാവൽക്കാർ ഒരു ദിവസം ഒരു യഥാർത്ഥ കള്ളനെ അവരുടെ മുന്നിൽ ഹാജരാക്കി. അപ്പോഴാണ് രാജ്ഞിക്ക് മനസ്സിലായത് കള്ളനും നമ്മെപ്പോലൊരു മനുഷ്യനാണെന്ന്. ഉണ്ണി ചിരിച്ചു. അപ്പൂപ്പൻ പറഞ്ഞത് എല്ലാ മനുഷ്യരും നല്ലവരാണെന്നാ. ഓരോ കഷ്ടതയും സങ്കടവും ഒക്കെയാ അവരെ ചീത്തയാക്കുന്നതെന്ന്. അങ്കിളും ഒരു നല്ല മനുഷ്യനല്ലേ? പിന്നെ എന്തിനാ ഞാൻ അങ്കിളിനെ പേടിക്കുന്നേ? അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടാകുന്നത് ഉണ്ണി കണ്ടു. നിൻ്റെ പേരെന്താ? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാ. ഉണ്ണീന്നാ വിളിക്കുക. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കള്ളൻ്റെ മുഖത്ത് സങ്കടത്തിൻ്റെ രേഖകൾ തെളിഞ്ഞു. അയാൾ പിറുപിറുത്തു. എൻ്റെ അപ്പു എണീറ്റ് നടക്കായിരുന്നാൽ 4ലാവും. ഇപ്പോൾ 8 വയസ്സായി.
അതെന്താ അപ്പു നടക്കാത്തേ? ആരാ അപ്പു? അപ്പു എൻ്റെ മോനാ, ഒരേയൊരു മോൻ. ഒരു പനി വന്നതാ. പണമില്ലാത്തതുകൊണ്ടാ അന്ന് ചികിത്സിക്കാൻ പറ്റാഞ്ഞെ. സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ വീട്ടുപടിക്കൽ പോയി ഞാൻ കേണു പറഞ്ഞതാ. പണമില്ലാത്തവരെ ആർക്കും വേണ്ട. 3-ാം ദിവസം അവൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. എത്ര ചികിത്സ ചെയ്തു? ധാരാളം പണം വേണം. പണിയെടുത്ത് കിട്ടുന്ന പൈസയൊക്കെ കടലിൽ കായം കലക്കും പോലെയാ. അതുകൊണ്ടാ രാത്രിയിൽ കക്കാനിറങ്ങുന്നത്. ഉണ്ണിക്ക് സങ്കടം തോന്നി. കള്ളൻ്റെ മനസ്സിൽ നല്ല വിഷമം ഉണ്ടാവും. ഒന്നും പറയാനും ഉപദേശിക്കാനും കള്ളന് ഒരു അപ്പൂപ്പനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ കക്കുമോ? അങ്കിൾ ഇങ്ങനെ കക്കുന്നതൊക്കെ മോശമല്ലേ? ദൈവം ശിക്ഷിക്കില്ലേ? ശിക്ഷിക്കട്ടെ. ഇതേക്കാൾ വലിയ എന്ത് ശിക്ഷയാ ഇനിയുള്ളേ? അത് പോട്ടെ, നീ എന്തിനാ രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നേ? ഉണ്ണിക്ക് അത്ഭുതമായി. അതെങ്ങനെ അങ്കിൾ അറിഞ്ഞേ? ഇപ്പോൾ കള്ളൻ ചിരിച്ചു. ഞാനിങ്ങനെ നോക്കി നടക്കല്ലേ. എല്ലാവരും ഉറങ്ങിയാലല്ലാതെ എനിക്കിവിടെ കയറാൻ പറ്റുമോ? കുറേ ദിവസമായി ഈ വീട് നോട്ടമിട്ടിട്ട്. വലിയ പണക്കാരല്ലേ നിങ്ങൾ? 2 കാറും വലിയ വീടും. കയറിയാൽ വല്ലതും കിട്ടുന്ന വിചാരിച്ചേ. നീ ഒരുത്തൻ ഒക്കെ ഇല്ലാതാക്കി. ഉണ്ണിക്ക് സങ്കടം തോന്നി. അപ്പൂപ്പനെ ഓർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ കള്ളനോട് അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കള്ളൻ അവൻ്റെ സങ്കടം മുഴുവനും ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ ദയാപൂർവം അവനെ നോക്കി. നീ കരയേണ്ടട കുട്ടാ. എല്ലാ മനുഷ്യർക്കും സങ്കടം ഉണ്ടാവും. എൻ്റെ സങ്കടത്തിൻ്റെ അത്രയും വരുമോ നിനക്ക്? നിൻ്റെ അപ്പൂപ്പന് അവിടെ നല്ല സുഖമായിരിക്കും. നല്ല തീറ്റയും കൂട്ടുകാരും TV-യും ഒക്കെ ഉണ്ടാവും. ഒരു ദിവസം രാത്രിയിൽ അതുപോലെ ഒരിടത്ത് കയറി നോക്കിയതാ. പ്രയാസപ്പെട്ടത് മിച്ചം. ഒക്കെ തല നരച്ചോര്. എനിക്കൊന്നും കിട്ടിയില്ല. കണ്ണടയും പുസ്തകവും കുപ്പായവും അല്ലാതെ മറ്റെന്തുണ്ട്? ഉണ്ണി അപ്പുവിനെക്കുറിച്ച് ഓർത്തു. എല്ലാ സമയവും തളർന്നു കിടക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ അവനെ വേദനിപ്പിച്ചു. അപ്പുവിനെ നല്ല ഹോസ്പിറ്റലിൽ ചികിത്സിച്ചൂടെങ്കിൽ? വലിയ അസുഖമൊക്കെ നല്ല ഡോക്ടറെ കാണിച്ചാൽ മാറുന്നാണല്ലോ പപ്പ പറഞ്ഞേ. കുറേ നോക്കിയതാ, ഒരു മാറ്റവുമില്ല. പണിയെടുത്തിട്ടും കണ്ടവരുടെ മുതൽ കട്ടിട്ടും ഒന്നും നടന്നില്ല. ഇപ്പോൾ ഒരു ആയുർവേദക്കാരൻ ചികിത്സിച്ച് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും വേണം കുറേ പണം. ആട്ടെ, സമയം കുറേയായി. വയറ് നിറഞ്ഞുകൊണ്ട് ഉറക്കം വരുന്നു. നിൻ്റെ വാച്ചെങ്കിൽ വാച്ച് 1-2 താ, ഞാൻ പോട്ടെ. ഉണ്ണി 2-3 വാച്ചുകൾ എടുത്തു. പിന്നെ കുറേ സ്റ്റിക്കറുകളും കളർ പെൻസിലുകളും ഒരു ഫ്ലൂട്ടും ഒക്കെയും സഞ്ചിയിലാക്കി കള്ളന് കൊടുത്തു. വാച്ചൊക്കെ വിറ്റോ? പക്ഷെ ബാക്കിയുള്ളതെല്ലാം അപ്പുവിന് കൊടുക്കണം. ഉണ്ണിയുടെ സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി. കള്ളൻ ഉണ്ണിയെ ഒന്ന് നോക്കി. പിന്നെ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് താഴോട്ടിറങ്ങി. ഉണ്ണി വിളിച്ചു ചോദിച്ചു, നാളെ വരുമോ? താഴേക്കിറങ്ങിയ കള്ളൻ ഉണ്ണിയോട് കൈവീശി. ആ നിമിഷം ബാൽക്കണിയിലെ ലൈറ്റ് തെളിഞ്ഞു. വെളിച്ചത്തിൽ കുളിച്ച് പപ്പ നിൽക്കുന്നു. ഉണ്ണിയെ അവിടെ കണ്ട് അയാൾ ഞെട്ടി. എന്തോ ശബ്ദം കേട്ടുണർന്നതാ ഞാൻ. നീ എന്താ ഇവിടെ? പപ്പ കള്ളനെ കണ്ടോ എന്ന വേവലാതിയായിരുന്നു ഉണ്ണിക്ക്. പക്ഷേ വെളിയിലെ ഇരുട്ടിലേക്ക് പപ്പ നോക്കിയതേയില്ല. ഞാൻ വെറുതെ പപ്പ, പരിഭ്രമം ഒളിപ്പിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു. അയാൾ അവൻ്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. കിടക്കയിൽ അവനെ കിടത്തി. അവൻ്റെ മൂർധാവിൽ ഉമ്മ വെച്ചു. അപ്പൂപ്പനെ ഓർത്താ നിൻ്റെ സങ്കടം എനിക്കറിയാം. മോൻ വിഷമിക്കേണ്ട, ഒക്കെ നേരെയാവും, ഉറങ്ങിക്കോളൂ. അപ്പൂപ്പനെ എനിക്ക് കാണണം പപ്പ. നമ്മൾക്കൊരു ദിവസം അവിടെ പോയാലോ? പോകാം മോനെ. അത് വെറുതെ പറയുകയാണെന്ന് അവനറിയാം. പപ്പയുടെ തിരക്കുകൾക്കിടയിൽ പപ്പ മറക്കുന്ന ഒരേ ഒരാൾ അപ്പൂപ്പൻ മാത്രമാണ്. പപ്പ പറയുന്നതൊക്കെ വെറുതെ തന്നെ ആശ്വസിപ്പിക്കാനുള്ള സൂത്രങ്ങൾ മാത്രം. ഉണ്ണി കണ്ണടച്ചപ്പോഴേക്കും തൊട്ടടുത്ത് നിന്ന് ഉറക്കം വന്നവനെ പൊതിഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊക്കെ സ്വപ്നം കണ്ടതാകാം എന്നാണ് അവൻ ആദ്യം കരുതിയത്. പക്ഷേ ഫ്രിഡ്ജിൽ വച്ചിരുന്ന ആഹാരമൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് ജയാമ്മ ബഹളം കൂട്ടിയപ്പോൾ അവനൊന്ന് ഞെട്ടി. മമ്മി തലയ്ക്ക് കൈ കൊടുത്തു പപ്പയോട് കണ്ണു തുറപ്പിച്ചുകൊണ്ട് വിവരിക്കുന്നത് കേട്ടപ്പോൾ അപകടമാകുമെന്ന് ഉണ്ണിക്ക് തോന്നി. കള്ളൻ വന്ന കഥ പുറത്തറിഞ്ഞാൽ ഇനിയൊരിക്കലും അയാൾക്ക് ഇവിടെ വരാൻ പറ്റാത്ത വിധം പപ്പ കെണിയൊരുക്കും. ഉണ്ണി ഇടയിൽ കടന്നു പറഞ്ഞു, മമ്മി, അത് ഇന്നലെ വന്ന ഭിക്ഷക്കാരനെ ഞാൻ എടുത്തു കൊടുത്തു. അതെങ്ങനാ? അത് ഇന്നലെ രാത്രിയിൽ വച്ചതല്ലേ? മമ്മി കണ്ണു വീഴ്ച്ചു. ഉണ്ണിക്ക് താൻ പിടിക്കപ്പെടുമെന്ന് തോന്നി. എന്തായാലും കളവ് പറയുകയാണ്, അവൻ കൂട്ടിച്ചേർത്തു. ഇന്നലെ രാത്രിയിലേത് അയലത്തെ പട്ടിക്ക് കൊടുത്തു മമ്മി. ഭിക്ഷക്കാർക്കും പട്ടിക്കും ചപ്പാത്തിയും ചിക്കനും. നീ ആ കിഴവൻ്റെ സ്വഭാവം മുഴുവനും പഠിച്ചു വച്ചിട്ടുണ്ട്. അടിച്ചു ശരിപ്പെടുത്തു ഞാൻ. മമ്മി അവൻ്റെ ചുമലിൽ ആഞ്ഞൊരടി കൊടുത്തു. ഉണ്ണിക്ക് നന്നേ വേദനിച്ചു. ജയാമ്മ മൂക്കിന് വിരൽ വെച്ചു. നീ ആൾ കൊള്ളാലോ ഉണ്ണി. ഇങ്ങനെ കാണുന്നതൊക്കെ വല്ലവർക്കും വാരി കൊടുക്കാമോ? ഉണ്ണിക്ക് അവരോട് ദേഷ്യം തോന്നി.
മമ്മിയുടെ മുന്നിലിരുന്നു നല്ല പിള്ള ചമയുകയാ. അവിടെ മണിയേട്ടനോട് മമ്മിയെക്കുറിച്ച് പറയുന്നതൊക്കെ പലപ്പോഴും ഉണ്ണി കേട്ടിട്ടുണ്ട്. അവർ സത്യം പറയുന്നതുകൊണ്ട് അപ്പോൾ ദേഷ്യം തോന്നിയതേയില്ല. എങ്കിലും ജയാമ്മയോട് ഒന്നും പറഞ്ഞില്ല. മുതിർന്നവരോട് ബഹുമാനമില്ലാതെ ഒരു വാക്കും പറയരുതെന്ന് അവനറിയാം.